ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് രാവിലെ തന്നെ എനിക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് കൊറിയർ ചെയ്യാനും പിന്നെ കുറച്ച് മെറ്റീരിയൽസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ അധികം കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫ്രഷ് ആവലും ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ എനിക്കൊരു റിംഗ് ആൽബം ചെയ്യാനുണ്ടായിരുന്നു, അപ്പോൾ അത് ചെയ്യാണ്. ഇത് ശരിക്കും ആൽബം മാത്രമല്ല, ഇതിൻ്റെ കൂടെ തന്നെ ഒരു മിനി ഹാമ്പർ പോലെ ഒരു ബോക്സും കൂടെ വേണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും സമയമില്ലല്ലോ, ഈ നേരത്തൊന്നും അത്ര സൺലൈറ്റും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ആൽബം മാത്രം ഇപ്പോൾ ചെയ്തു വെച്ചിട്ട് ബോക്സ് പിന്നെ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്കെപ്പോൾ ഇതിൻ്റെ ഓർഡർ വരികയാണെങ്കിലും ഞാൻ വിചാരിക്കും ഈ ഒരു മിനി ബോക്സിൻ്റെ ട്യൂട്ടോറിയൽ എന്തായാലും യൂട്യൂബിന് വേണ്ടിയിട്ടൊന്ന് ഷൂട്ട് ചെയ്യണം എന്നുള്ളത്. പക്ഷെ എപ്പോഴും എന്തെങ്കിലും കാര്യം കൊണ്ട് അത് ചെയ്യാൻ പറ്റാതെ വരലാണ്. അധികം സമയം ഉണ്ടാവില്ല, കാരണം കുറച്ച് സമയം ഉണ്ടാവുള്ളൂ ഡിസ്പാച്ച് ചെയ്യാൻ. അപ്പോൾ അതിന് മുന്നേ വീഡിയോ എടുക്കലും എല്ലാം കൂടെ നടക്കില്ല എന്ന് തോന്നിയോണ്ട് പിന്നെ അടുത്ത ഓർഡർ കിട്ടുമ്പോൾ ചെയ്യാമെന്ന് വിചാരിക്കും. അങ്ങനെ ഫോട്ടോസ് കംപ്ലീറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോന്നിനും ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് ഇതിൻ്റെ ആവശ്യമില്ല, അപ്പോൾ ജസ്റ്റ് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു വീഡിയോ ഞാൻ ഒരു 4 ദിവസം മുന്നേ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു പാക്കേജ് എനിക്ക് ദ ഇൻഡസ് വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുക്ക് വെയർ ബ്രാൻഡ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള ഒരു കാസ്റ്റ് ചെയ്യേണ്ട പാനാണ് കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഞാനിപ്പം ഓർഡർ ചെയ്തിട്ടുള്ളത് ഒരു കാസ്റ്റ് ചെയ്യൻ സ്കില്ലറ്റാണ്. ഇതിൻ്റെ കൂടെ അവരൊരു താങ്ക് യു നോട്ടും കൂടെ ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ഇത് 100% നാച്ചുറൽ ആൻഡ് ടോക്സിൻ ഫ്രീ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ ഫുഡ് സേഫുമാണ്. മീൻസ് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ കോട്ടിങ്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. പിന്നെ കാസ്റ്റ് അയൺ ആയതുകൊണ്ട് തന്നെ നമ്മളെ ഹെൽത്തിൻ്റെ കാര്യത്തിലൊരു ടെൻഷനും വേണ്ട, കാരണം അയൺ എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സിലിക്കണിൻ്റെ ഒരു ഹാൻഡിൽ ഗ്രിപ്പും കൂടെ ഉണ്ട് കേട്ടോ. ഇത് ചൂടാവുന്ന സമയത്ത് ഹാൻഡിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തെങ്കിലും സ്നാക്കായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അടുക്കളയിൽ വന്നിട്ടുള്ളതാണ്. പാസ്തയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സോ ആദ്യം തന്നെ ഞാൻ ഇത് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെജീസും കൂടെ കട്ട് ചെയ്യാണ്. എനിക്ക് ഈ പാസ്ത, ന്യൂഡിൽസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ പ്ലെയിൻ ആയിട്ട് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇതുപോലെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ മാഗി ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ഞാൻ എന്തെങ്കിലും ഇവിടെ ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ടിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ പാൻ ഒന്ന് ചൂടായിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു പാന് പ്രീ സീസൺഡ് ആണ് കേട്ടോ. അതായത് അവർ തന്നെ 100% വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്തിട്ട് ഇത് സീസൺ ചെയ്തിട്ടാണ് നമുക്ക് അയച്ചു തരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിത് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ നോർമലി ഒരു കാസ്റ്റ് ചെയ്യേണ്ട എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫസ്റ്റ് ദിവസം തന്നെ അത് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു 2-3 ദിവസം അത് സീസൺ ചെയ്ത് ഒന്ന് സെറ്റാക്കിയിട്ടല്ലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് റെഡി ടു യൂസ് ആണ്. അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്മൂത്ത് ഫിനിഷുമാണ്. ഇപ്പം ഈ വെജിറ്റബിൾസൊക്കെ സോട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവണ്ടല്ലോ. അങ്ങനെ വെജീസ് ഒന്ന് സോട്ടായി കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് പെപ്പറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാനിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാരണ നോൺ സ്റ്റിക്കിൽ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു സെയിം രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറൊരു ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഹീറ്റ് ഈവൻ ആയിട്ടാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അതായത് എല്ലാ സൈഡിലും ഒരേപോലെ ചൂട് കിട്ടും. അതുകൊണ്ട് തന്നെ ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്ത് ഫ്യൂവൽ സേവ് ചെയ്യാനും പറ്റും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പാസ്ത സോസാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഇവിടെ ഉള്ളതുകൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തു എന്നുള്ളൂ. ഇതല്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പും ചില്ലി സോസും സോയാ സോസൊക്കെ അതൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്താൽ മതി. ഞാനിപ്പം ഉള്ളതുകൊണ്ട് ഈസി അല്ലേ എന്ന് വിചാരിച്ച് അത് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്.
ഞാനിപ്പം കുറച്ച് ബട്ടർ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പക്ഷെ എന്നാൽ പോലും ഇതിലങ്ങനെ ഒട്ടിപ്പിടിക്കുകയോ കരിഞ്ഞു പിടിക്കുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. നല്ലതായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് ഗ്യാസ് സ്റ്റൗ, ഇൻഡക്ഷൻ സ്റ്റൗ, OTG, ഔട്ട്ഡോർ കുക്കിംഗ് ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് 12% എക്സ്ട്രാ ഡിസ്കൗണ്ടും കൂടെ കിട്ടുന്നതാണ് കേട്ടോ. സോ ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൽ പാസ്ത മാത്രമല്ല കേട്ടോ, ഏത് ടൈപ്പ് ഫുഡ് വേണമെങ്കിലും ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഫിഷ്, ചിക്കൻ ഫ്രൈ ചെയ്യാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെ ആ റൂമിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് നേരം ബുക്ക് വായിക്കുകയാണ്. അപ്പോൾ ഉച്ചക്ക് കുറച്ച് വായിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കി കുറച്ചും കൂടെ വായിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബുക്കാണ്. എനിക്ക് ആദ്യത്തെ അത്രയും സമയം കിട്ടണില്ല, എന്നാലും സമയം കിട്ടുന്ന പോലെ കുറച്ചൊക്കെ വായിക്കും. അങ്ങനെ കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ച് അങ്ങനെ ബുക്ക് തിരിച്ച് വെച്ചപ്പോഴാണ് കേട്ടോ ഞാൻ ഇതിൽ ടേപ്പ് തീർന്ന കാര്യം ഓർമ്മ വന്നത്. ഞാൻ രാവിലെ പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഇനി ഇതിൽ വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു ചെറിയ ടേപ്പ് വാങ്ങിയ പെട്ടെന്ന് തീർന്നു പോകും കേട്ടോ. ഞാനിത് മാറ്റിയിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, പക്ഷെ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നുണ്ട്. ഇതിൻ്റെ ആണെങ്കിൽ ക്വാണ്ടിറ്റി കൂടിയത് ഈ ഒരു സൈസിൽ അവൈലബിൾ അല്ല. പിന്നെ ക്വാണ്ടിറ്റി കൂടിയതാകുമ്പോൾ സൈസും കൂടും, അപ്പോൾ ഇതിൽ ഫിറ്റ് ആവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ചെറുത് 2 വാങ്ങുകയാണ് ചെയ്തത്. പ്രയറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ വീഡിയോ എടുത്തത്. ഇനിയിപ്പോൾ കുറച്ച് പോളറോയിഡ്സ് കട്ട് ചെയ്യാനുണ്ട്. ഇത് മിനി പോളറോയിഡ്സ് അല്ല, നോർമൽ സൈസിലുള്ളതാണ്. അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. രാവിലെ പാക്ക് ചെയ്തിട്ട് കൊറിയർ ചെയ്യണം, അപ്പോൾ രാത്രി തന്നെ കട്ട് ചെയ്ത് വെക്കുകയാണ്. മിനി പോളറോയിഡ്സ് സെയിൽ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഈ ഒരു നോർമൽ സൈസിലുള്ള പോളറോയിഡ്സിന് ഓർഡർ വളരെ കുറവാണ് കേട്ടോ. വളരെ കുറവാണെന്നല്ല, ഇതിപ്പോൾ കുറേ കാലമായി ചെയ്തിട്ട് ഇപ്പോഴാണ് കേട്ടോ ഒരു ഓർഡർ കിട്ടിയത്. അതും ഈ ഒരു കസ്റ്റമർ എൻ്റെ നിന്ന് മിനി പോളറോയിഡ്സ് ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുറച്ച് വലിയ സൈസിലുള്ളത് വേണമെന്ന് പറഞ്ഞിട്ട് ഇത് രണ്ടാമത് പർച്ചേസ് ചെയ്യാണ്. പിന്നെ ഇപ്പോൾ ഓഫർ പ്രൈസും കൂടെ ഉള്ളതുകൊണ്ട് അധികം ആൾക്കാരും മിനി പോളറോയിഡ്സ് തന്നെ ചൂസ് ചെയ്യുക. ഇതാവുമ്പം ഓരോന്നിനും നമ്മൾ സിംഗിൾ പ്രൈസിനല്ലേ സെയിൽ ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിന് കുറച്ച് ഡിമാൻഡ് കുറവാണ്. ഇത് കറക്റ്റ് നമ്മൾ റിംഗ് ആൽബം ചെയ്യുന്ന ആ ഒരു സൈസിൽ തന്നെയാണ് കേട്ടോ ചെയ്യണത്. അതായത് ഒരു A3 ഷീറ്റിൽ 18 ഫോട്ടോസ് ഉണ്ടാവും. എന്നോട് കുറേ പേര് ചോദിക്കലുണ്ട് ഒരു A4 എത്ര എണ്ണമാണ് കൊള്ളുക എന്നുള്ളത്. ഞാൻ A3 കേട്ടോ സെറ്റ് ചെയ്യലുള്ളത്. A4ൻ്റെ മെഷർമെൻറ്റ്സ് പറഞ്ഞു തരാത്തത്, അത് നിങ്ങൾ 2 രീതിയിൽ സെറ്റ് ചെയ്യും, വെർട്ടിക്കലായിട്ടും അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ടും. നമുക്ക് 2 രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഏത് രീതിയിലാണോ നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് അതിൽ കൊള്ളുന്നതിൻ്റെ എണ്ണത്തിലും ഡിഫറൻസ് ഉണ്ടാവും. A4 9 പോളറോയിഡ്സ് ആണ് കേട്ടോ കൊള്ളുക. A3 ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി 18 ഫോട്ടോസും. അങ്ങനെ പോളറോയിഡ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പാക്ക് ചെയ്യണില്ല കേട്ടോ ഇന്ന്, കാരണം എനിക്ക് ഇതിൻ്റെ ഫോട്ടോ എടുക്കണം. അപ്പോൾ രാവിലെ അല്ലേ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ട് പിന്നെ ഡെസ്കൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ഫുഡ് കഴിച്ചിട്ട് കിടക്കുക ചെയ്തേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.